വളരെ കുറഞ്ഞ സമയത്തിനകം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചക നിന്നും വിശുദ്ധ ശരീഅത്തിനെതിരെയുള്ള കയ്യേറ്റങ്ങൾക്കും എതിരെ നടക്കുന്ന ഈ സമ്മേളനം എന്തുകൊണ്ടും ഈ പ്രദേശത്ത് തന്നെ വലിയ പ്രസക്തിയുള്ളതാണ് എന്ന് പ്രത്യേകമായി പരാമർശിക്കാതെ തന്നെ നമുക്ക് ബോധ്യമുള്ള ഒരു വസ്തുതയാണ്. നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹത്തിനെതിരെ സമുദായത്തിനകത്തു നിന്നും പുറത്തുനിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള കയ്യേറ്റങ്ങളൊക്കെ കടന്നുവന്ന കാലത്തൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അതിന്റെ ചരിത്ര ദൌത്യം നിർവഹിച്ചു എന്ന് അതിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പരമാർത്ഥമാണ്. ഇവിടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷക്കാലമായി വലിയ തോതിലുള്ള സാമ്പത്തിക ചൂഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിഭാഗം അത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് വ്യത്യസ്തമായ സമയങ്ങളിൽ അത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുന്ന പുതിയ പുതിയ തെളിവുകളും രേഖകളുമെല്ലാം പുറത്തു വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാക്കിക്കൊണ്ട് നമ്മുടെ സംഘടനാ നേതാക്കളും പ്രവർത്തകരും വീണ്ടും ഇത് ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവാചക നിന്ദയ്ക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധവും വലിയ രീതിയിലുള്ള പ്രതികാരബോധവുമെല്ലാം മുസ്ലിം സമൂഹത്തിന് നന്നായിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന എല്ലാ സമ്മേളനങ്ങളിലും ഇതേപോലെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇങ്ങനൊരു വസ്തു കൊണ്ടുവന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലും അതുമായി ബന്ധപ്പെട്ട മറ്റു ലേഖനങ്ങളിലുമൊക്കെ പരാമർശിക്കപ്പെട്ട വസ്തുതകളിൽ നിന്ന് അത് വ്യാജമാണെന്നും അതിന്റെ ആധികാരികതയിൽ സംശയമുണ്ടെന്നും തോന്നിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ വളരെ സദുദ്ദേശപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ ആധികാരികത ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്ന ന്യായമായൊരാവശ്യമാണ് ഉന്നയിച്ചത്. അത് വിശദീകരിക്കാനോ ബോധ്യപ്പെടുത്താനോ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ ആധികാരികത ചോദ്യം ചെയ്യുന്നവരെ എന്തോ ഒരു വലിയ പാതകം ചെയ്യുന്നവരെ പോലെ വിശദീകരിക്കാനും ചോദ്യത്തിനല്ല മറുപടി പറയുന്നത് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിക്കാനാണ് ബന്ധപ്പെട്ടവർ തയ്യാറായത്. ഇങ്ങനൊരു മനോഭാവം സമീപനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ നമ്മുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ തന്നെ ഇവർക്കത് കിട്ടിയെന്ന് പറയപ്പെടുന്ന 2 കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടു. ഒന്ന് അബുദാബിയിൽ ബന്ധപ്പെട്ടു. അബുദാബിയിൽ ബന്ധപ്പെട്ടപ്പോൾ ഖസ്റജി കുടുംബത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു വസ്തുവില്ല, അത് പ്രവാചകന്റേതെന്ന് പറയാനും കഴിയില്ല, ഞങ്ങളുടെ ഈ സമരം പ്രചരിപ്പിക്കുകയാണ്, അതിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ വഞ്ചിതരാകരുതെന്ന് രേഖാമൂലം എഴുതി തന്നു. ആ രേഖ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഖസ്റജി കുടുംബത്തിൽ അങ്ങനെ ഒരു സംഗതിയില്ല, അത് ആ കുടുംബത്തിന്റെ പേരിൽ ആ കുടുംബത്തിലൊരു അംഗം തെറ്റായി പ്രചരിപ്പിക്കുകയാണ്, അതിൽ ആരും ബന്ധിതരാകരുതെന്ന ആ കുടുംബത്തിന്റെ ഉത്തരവാദപ്പെട്ട രേഖ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കൊണ്ട് ബോധ്യപ്പെടുത്തി. രണ്ടാമത് ഇവർക്ക് കിട്ടിയത് മുംബൈയിൽ നിന്നാണെന്ന് പറഞ്ഞിരുന്നു. മുംബൈ ആ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു. അത് ഈ കൊണ്ടുവന്ന നേതാവിന്റെ ഷെയ്ഖും ഉസ്താദുമാണ് എന്നൊക്കെയാണ് വിശദീകരിക്കപ്പെട്ടിരുന്നത്. ആ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ ഇദ്ദേഹം അവിടുത്തെ ഒരു ശുദ്ധ തട്ടിപ്പുകാരനാണെന്ന് ബോധ്യപ്പെടുക മാത്രമല്ല, അദ്ദേഹം വർഷങ്ങളായി ഇത്തരത്തിലുള്ള വ്യാജ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വൈഭവം നടത്തുന്ന ആളാണെന്ന് തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വ്യാജമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൈവശം നിന്ന് കാശ് കൊടുത്തുകൊണ്ട് നമ്മുടെ നേതാക്കളും കുറച്ചു കേസും കൊണ്ടുവന്നു, കേരളത്തിൽ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നു എന്നപ്പോൾ തന്നെ സാക്ഷാൽ ഈ വിഘട നേതാവ് പറഞ്ഞു, എനിക്ക് എവിടെയാണ് കിട്ടിയത് അവിടെ നിന്ന് തന്നെയാണ് അവർക്കും കിട്ടിയത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 കൂട്ടർക്കും അംഗീകരിക്കാവുന്ന ഒരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ പരീക്ഷണം അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ പരീക്ഷണത്തിന് നമ്മുടെ നേതാക്കൾ അത് കോഴിക്കോട് കോർപ്പറേഷൻ ജൂബിലി ഹാളിൽ തന്നെ ഒരു പരീക്ഷണത്തിനുള്ള അവസരമുണ്ടാക്കി ആ പരീക്ഷണം നടത്തി അത് വ്യാജമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി.
മാത്രമല്ല ഈ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും കൊണ്ടുവന്നത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ സ്വാഭാവികമായും ഇത് ഒറിജിനലാണ്, ഇത് ആധികാരികമാണ്, ഇത് സത്യസന്ധമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിന്റെ ആധികാരികത കൃത്രിമമായി നിർമ്മിച്ചുകൊണ്ട് കൃത്രിമമായ ഒരു കൈമാറ്റ പരമ്പര ഉണ്ടാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പര ഉണ്ടാക്കിക്കൊണ്ട് കൃത്രിമമായ സനദ് നിർമ്മിച്ചു എന്ന് പറയുന്ന വിവരങ്ങൾ പുറത്തു വന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് വിശ്വാസവും സംസ്കാരവും അദ്ദേഹത്തിന് അല്ലാഹുവിനുള്ള ഭയഭക്തിയും കൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാവാതെ തിരിച്ചു പോന്നു. അദ്ദേഹം ആ വസ്തുത ഞങ്ങളോട് തുറന്നു പറഞ്ഞു. ഇതൊക്കെ പറയുന്നത് തെറ്റാണെങ്കിൽ സ്വാഭാവികമായും ഈ സനദ് നിർമ്മാണത്തിൽ കൃത്യമായി പങ്കുവഹിച്ചു എന്ന് നമ്മുടെ നേതാക്കന്മാരും ഇവർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുറപ്പെടുത്തിയായ സ്വാകാഫി എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ വല്ലവ സ്വദേശി, ഇവർ ഈ മറുപടി നടക്കുന്ന സമയത്ത് ഈ പൂനൂരിൽ വിശദീകരണ സമ്മേളനം നടക്കുമ്പോഴും കോഴിക്കോട്ട് വിശദീകരണ സമ്മേളനം നടക്കുമ്പോഴും ുള്ള ആളുകൾ തന്നെ തുറന്നു പറഞ്ഞപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വലിയ വിവാദങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ന്യായീകരിക്കാൻ വന്നാൽ, ഇവിടെ കൈവശമുള്ള ഈ വ്യാജ കേസ് ന്യായീകരിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ന്യായീകരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മാത്രം അത്രമേൽ സംഘടനകത്ത് കാനൂർ എം.പി. അബൂബക്കർ മുസ്ലിയാർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ പ്രസംഗിക്കാൻ പാടില്ല, മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കാൻ പാടില്ല, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കോളിളക്കം നടന്നാലും അവരുടെ ഒരു പ്രഭാഷണം ഇതുമായി ബന്ധപ്പെട്ട് മിണ്ടാൻ പാടില്ല എന്ന് സംഘടന തീരുമാനിച്ചിരിക്കുന്നു. ഈ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷാൽ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടെ മുഷാവറ യോഗത്തിൽ വെച്ചുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്തു എന്ന് പരസ്യമായി മുഹമ്മദ് രാമന്തളി എന്ന് പറയുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ തുറന്നു പറഞ്ഞപ്പോ, ഈ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോ കാന്തപുരത്തിന് അനുകൂലമായി സംസാരിച്ചപ്പോ മുഹമ്മദ് രാമന്തളിയെ സംഘടന പുറത്താക്കി. ആ സമയത്ത് തന്നെയാണ് ഹാഫിൽ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന അവരുടെ ആത്മീയ വേദികളിൽ പ്രധാനപ്പെട്ട പ്രഭാഷകനായ ഹാഫിൽ അബ്ദുൽ ഹക്കീം പറഞ്ഞു, ഈ നൂറ്റാണ്ടിൽ മടവൂർ CM പറഞ്ഞിട്ടുണ്ട്, ഈ നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിൻ നടപ്പാക്കാനും നേതൃത്വം നൽകാനും അള്ളാഹു നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് കാന്തൂർ എ.പി. അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് പ്രസംഗിച്ചു. കാന്തപുരത്തിന്റെ മഹത്വം പറഞ്ഞു ഹാഫിൽ അബ്ദുൽ ഹക്കീം അദ്ദേഹത്തെയും സംഘടനയിൽ പോരാക്കി. ഇതിനുവേണ്ടി ഇത്രയും കാലം പ്രസംഗിച്ചു നടന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനായിരുന്നു നൌഷാദ് ഹസൻ എന്ന് പറയും. ആ നൌഷാദ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരുടെ ഇന്റർനെറ്റ് ക്ലാസ് റൂമിൽ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചോടുകൂടി അദ്ദേഹത്തെ സംഘടന പൂർണ്ണമായി വിലക്കി, ഇനി എവിടെയും അദ്ദേഹം പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സമയത്താണ് ഇക്കഴിഞ്ഞ കോഴിക്കോട് സമ്മേളനം നടന്നപ്പോ ആ സമ്മേളനത്തിൽ കാന്തപുരത്തെ ഏറെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഈദ് സന്ദേശമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സെൻസിംഗ് മാസിക പുറത്തിറങ്ങിയപ്പോ അന്ന് സംഘടനയുടെ മുഖപത്രത്തിൽ ഒരു അറിയിപ്പ് വന്നു, സെൻസിംഗ് മാസികയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. സെൻസിംഗ് മാസികയായിട്ട് ഇവർക്ക് ബന്ധമില്ല. സെൻസിംഗ് എന്താ ചെയ്ത തെറ്റെന്താണ്? പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരും പേരോടത്ത് റഹ്മാൻ സഖാഫിയും കൂടിയിട്ട് കാന്തൂർ എം.പി. അബൂബക്കർ മുസ്ലിയാരെ ആ സംഘടനക്കകത്ത് വരിഞ്ഞു മുറുക്കി കൈയും കാലും കൂട്ടിക്കെട്ടി അങ്ങനെ എല്ലാ പ്രതികരണശേഷിയും നഷ്ടപ്പെട്ട ഒരു ഷണ്ടനെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ടപ്പോ ഒരു കൂട്ടരുണ്ട് അദ്ദേഹത്തിന്റെ മധു പറയാൻ വേണ്ടിയിട്ട് സെൻസിംഗ് ഇറക്കി. ആ സെൻസിംഗ് വിതരണം ചെയ്ത മർക്കസ് കോംപ്ലക്സിൽ ഒരു ചെറുപ്പക്കാരനെ കോഴിക്കോട് മുലക്കുളം മൈതാനിയിലിട്ടിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഇതിലൊന്നും നമുക്ക് വേഷം ബുദ്ധിമുട്ടുണ്ടായിട്ട് പറഞ്ഞതല്ല. കാന്തപുരത്തിന്റെ നന്മ പറയുന്നവരെല്ലാം ആ അർത്ഥത്തിൽ കണിശമായ വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് കാന്തപുരത്തിന്റെ റോൾ എന്താണ് സംഘടനയിൽ ചോദിച്ചാൽ CPM-ലെ VS അച്യുതാനന്ദനെ പോലെയാണ്. സീനിയർ നേതാവാണ്, പക്ഷെ മൂപ്പര് പറയുന്നൊന്നും സംഘടനയിൽ നടപ്പാവില്ല. സീനിയർ നേതാവാണ്, മൂപ്പര് പറയുന്നൊന്നും സംഘടനയിൽ നടപ്പാവില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇവർ നമ്മുടെ സമ്മേളനത്തിന് മറുപടി പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു അത്രേ, ഞാൻ കോഴിക്കോട്ട് നടത്തിയ ഒരു സമ്മേളനത്തിൽ
അവിടെ മുഷാവറയിലെ വിവരങ്ങൾ ലഭ്യമാകുന്നു എന്ന് പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പിട്ടുകൊണ്ട് മറുപടി പറഞ്ഞത്രേ. മുഷാവറ വിവരങ്ങൾ മാത്രമല്ല, മുഷാവറക്കകത്തും പുറത്തുമുള്ള മുഴുവൻ വിവരങ്ങളും ഞങ്ങൾ ശമ്പളം കൊടുത്ത് പോറ്റുന്ന സ്റ്റാഫ് നിങ്ങളുടെ ഓഫീസിലുണ്ടെന്ന് മനസ്സിലാക്കിക്കോ, മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് ലഭ്യമാകുന്നു. 5-ാം തീയതി രാവിലെ ഇവരുടെ മുഷാവറ യോഗം ചേരുന്നുണ്ടെങ്കിൽ ആ മുഷാവറ യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കാടൂരും അബൂബക്കർ മുസ്ലിയാർ അടുക്കൽ വന്നു. അത് ഈ സുലൈമാൻ മുസ്ലിയാർ, ഇവരുടെ കോട്ടൂർ ഉസ്താദ് എന്ന് പറയുന്ന കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ മുസ്ലിയാരുടെ ശിഷ്യനായ സുലൈം സക്കാഫി മാളികൽ, ഈ 3 പേരും വന്ന് കാന്തപുരത്തോട് പറഞ്ഞു 2 കാര്യങ്ങൾ അത് അംഗീകരിക്കണം. ഒന്ന്, ഈ കേസ് മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഘട്ടം ഘട്ടമായി അവസാനിച്ച് ആ പ്രദർശനവും അതിന്റെ വിൽപ്പനയും അതിന്റെ വെള്ള വിതരണവും അവസാനിപ്പിക്കണം. അബ്ദുൽ ഹക്കീമിനെ പുറത്താക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ന് യോഗത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സംഘവും ഇറങ്ങിയില്ല. അല്ല, ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പൊന്മളയുടെ നേതൃത്വത്തിൽ ഈ 5-ാം തീയതി ഇന്ന് ചേരുന്ന മുഷാവറിൽ നിന്ന് പൊന്മളയുടെ നേതൃത്വത്തിൽ സംഘം ഇറങ്ങിപ്പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലാണ് അത് അംഗീകരിച്ചത്. അത് മുഷാവറക്ക് മുമ്പുള്ള ഫോർമുലയായിരുന്നെങ്കിൽ ആ മുഷാവറ യോഗത്തിൽ ഈ മലിയക്കൽ സുലൈമാൻ സക്കാഫിയുടെ നേതൃത്വത്തിൽ ഈ 2 മുഷാവറ അംഗങ്ങൾ മുന്നിക്കൊണ്ട് നടത്തിയ ആ ഫോർമുലയെ കാന്തപുരത്തിൽ മുസ്ലിയാർ പൂർണ്ണമായി അംഗീകരിച്ചു. കാരണം കാന്തപുരത്തിന് മനസ്സിലായി ഇവരെല്ലാവരും എന്നെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അതിനെ പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ആ യോഗത്തിന് ഇവർ മാത്രമല്ല, ആ യോഗ തീരുമാനത്തിന് ശേഷം 7-ാം തീയതി അവരുടെ അന്ന് ഉച്ചയ്ക്ക് ശേഷം പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെയും കാന്തപുരത്തെയും ഈ സുലൈമാൻ മുസ്ലിം നേതൃത്വത്തിൽ 3 അവരുടെ പ്രമുഖരായ നേതാക്കന്മാരും മുടിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം പ്രഭാഷണം നടത്തിയില്ല. അവരുടെ മുഴുവൻ പ്രഭാഷകരെയും വിളിച്ചു ചേർത്തു അവരുടെ ഓഫീസിൽ. നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഓഫീസിന്റെ അകത്തളയിൽ നടന്ന വിവരമാണ് ഞാൻ പറയുന്നത്. 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഈ 3 നേതാക്കളുടെയും പേരിൽ നേതൃത്വത്തിൽ യോഗം ചേർത്തു. ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നത് ഇവിടെ ഈ മുടിയുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്തിയിരുന്ന മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചു. അവരോട് 2 പറഞ്ഞു, ഇനിമേലിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രഭാഷണം നടത്തണമെങ്കിൽ ആ സംഘടനാ നേതൃത്വത്തിന്റെ അറിവോടും സമ്മതത്തോടുകൂടിയും അതെങ്ങനെയാണെന്ന് ഉസ്താദുമാർ പറഞ്ഞുതരും, അതേപോലെ മാത്രമേ പ്രസംഗിക്കാൻ പാടുള്ളൂ. 2, നിങ്ങൾ ഹാഫിൽ അബ്ദുൽ ഹക്കീമുമായി ബന്ധപ്പെടാൻ പാടില്ല, അദ്ദേഹം പങ്കെടുക്കുന്ന സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല, അദ്ദേഹവുമായി യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. 7-ാം തീയതി നിങ്ങൾ ഓഫീസിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ? നൗഷാദ് ഹസനിയെ പൂർണ്ണമായി വിലക്കേർപ്പെടുത്തിയത് എന്തിന്റെയാണ്? കാന്തപുര അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന മുടിയെ ന്യായീകരിച്ചുകൊണ്ട് അവരുടെ ഇന്റർനെറ്റ് ക്ലാസ് റൂമിൽ ന്യായീകരിച്ചുകൊണ്ട് ജിഷാൻ മാഹിക്കെതിരെ മൊഴി പറഞ്ഞതിന്റെ പേരിൽ ഇനി പ്രസംഗിക്കാൻ പാടില്ല പറഞ്ഞു. അയാളെ അരീക്കോടിനടുത്ത് പത്തനാപുരത്ത് അവരുടെ ഒരു സുന്നി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കഥാപ്രസംഗത്തിന് സമാപന പരിപാടിയിൽ വെച്ചുകൊണ്ട് നൌഷാദ് ഹസനി പ്രസംഗിക്കാൻ അവസരം തരപ്പെടുത്തിയപ്പോ ഇത് സുന്നി യുവജന സംഘത്തിന്റെയും SSFന്റെയും മുഴുവൻ ആ പ്രാദേശിക സഹാ കമ്മിറ്റികൾക്ക് വിവരം കൊടുത്തു. നൌഷാദ് ഹസനിയുടെ പരിപാടിയുമായി സഹകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. സഹകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ നൌഷാദ് ഹസനി അതിലും വലിയ നമ്പർ എടുത്തു. നൌഷാദ് ഹസനി ആ സമ്മേളനത്തിന് സംഘാടകനായി ഒരാളെ മുൻനിർത്തി. ആരായിരുന്നു അത്? ചേകനൂർ കൊലപാതക നൌഷാദ് ഹസനിയുടെ പരിപാടി എടുപ്പിക്കുന്നത് ഞാനാണ്. ഞാൻ ചേകനൂർ കേസിലെ പ്രതിയായിരുന്നു. ബഷീർ പത്തനാപുരത്തിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിച്ചു. ബഷീറിനെ ധിക്കരിച്ചാൽ ബഷീർ നടത്തുന്ന പരിപാടി കുളമാക്കാൻ സംഘം മുന്നോട്ട് വന്നാൽ ഉസ്താദിന്റെ എല്ലാ ആപ്പീസും പൊട്ടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ ആ പരിപാടി അവിടെ നടന്നു. ഇത്തരത്തിലുള്ള ചേരുതിരിവുകളും വിലപേശലുകളും അത്തരത്തിലുള്ള യുദ്ധങ്ങളുമാണ് ആ സ്ഥലക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വേഗത്തിലാവരെയും ഭരിക്കിട്ട് എത്ര ചിരിച്ചു വച്ചിട്ടും കാര്യമില്ല. നിങ്ങൾക്കിടയിലുള്ള എല്ലാവിധ പോരാട്ടങ്ങളും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മറച്ചുവെക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയ വിവരം കിട്ടുമ്പോഴേക്ക് ഇവ വലിയ വാഗ്ദങ്ങളാക്കിക്കൊണ്ട് വലിയ പ്രചാരണങ്ങൾ നടത്താൻ വേണ്ടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പോരുന്നക്ക് ഇവയിപ്പോ ഒരു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും. എന്താ പ്രകടനത്തിന്റെ കാര്യം? ഇവിടെയെല്ലാം ഇവക്കെ വ്യാപകമായി ഈ പാറാട് എന്ന് പറയുന്ന സ്ഥലത്ത് പാനൂരിനടുത്ത് പാറാട് എന്ന സ്ഥലത്ത് ഇവരുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായി. ബോംബ് നിർമ്മാണത്തിനെതിരെ സ്ഫോടനമുണ്ടായി. ഈ ബോംബ് നിർമ്മാണത്തിനെതിരെ സമയത്ത് സ്ഫോടനമുണ്ടായപ്പോ ആ സ്ഫോടനത്തിൽ പിടികൂടപ്പെട്ടത് ഇവർ പറഞ്ഞു SKSFകാരാണ്, യൂത്ത് ലീഗുകാരാണ്, അതുകൊണ്ട് അവരെ പിടികൂടണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിഘടിത വിഭാഗത്തെ സംഘടനാ പ്രവർത്തനം
നിർവീര്യമാക്കാനും അവരെ കയ്യേറ്റം ചെയ്യാനും വേണ്ടിയിട്ട് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബോംബ് പിടിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എസ്കേസുകാരാണ്. അവരെ പിടികൂടണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇവർ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു, ഈ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി. അത് പൊട്ടിക്കേറ്റുകൊണ്ട് 4 പേരാണ് ഇന്ന് സ്കൂളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കേളോത്ത് മുഹമ്മദ്, മറ്റൊന്ന് മുഹമ്മദ് അഫ്സൽ, മറ്റൊന്ന് മുഹമ്മദ് ജാസിം, മറ്റൊന്ന് മുനവർ. ഈ 4 പേരും SKSFകാരല്ലെന്ന് മാത്രമല്ല, പാറാട് അന്വേഷിച്ചാലറിയാം ഈ 4 പേരും അവിടുത്തെ യഥാർത്ഥ SDPIയുടെ പ്രവർത്തകരാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ്. ഈ 4 പേരും SDPIയുടെ പ്രവർത്തകരാണ്. ബോംബ് നിർമ്മിക്കുന്നതിനിടെ ബോംബ് പൊട്ടിക്കൊണ്ട് പരിക്കേറ്റുകൊണ്ട് ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടിൽ പോയി പക്ഷമതികളായ ആർക്കും അന്വേഷിക്കാം. ഞാൻ പേരൊന്നുകൂടി വേണമെങ്കിൽ വെളിപ്പെടുത്താം. കേളോത്ത് മുഹമ്മദ്, മുഹമ്മദ് അഫ്സൽ, മുഹമ്മദ് ജാസിം, മുനവലി. ഈ 4 പേരും ബോംബ് നിർമ്മിക്കുന്നതിനിടെ ബോംബ് പൊട്ടി പരിക്കേറ്റുകൊണ്ട് ആശുപത്രിയിൽ കഴിയും. അവരെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഈ 4 പേരും പോപ്പുലർ ഫ്രണ്ടിലാണ്, SDPIയുടെ ഒപ്പരാണ്. ഇവരെ മൊഴി കൊടുത്തത്രേ 4-5 ആൾക്കെതിരെ. ആ 4-5 ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ഷഫീഖ്, ഒന്ന് മുസ്തഫ, മറ്റൊന്ന് മൻസൂർ അലി, അഷ്റഫ് തുടങ്ങിയിട്ടുള്ള 4 ചെറുപ്പക്കാർ. ഈ 4 ചെറുപ്പക്കാരെ ഞങ്ങളോട് ഒരു ബോംബിന് 800 രൂപ വെച്ചുകൊണ്ട് 12 ബോംബുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചതാണ്, ഞങ്ങൾ കരാറെടുത്തതാണ്. ആ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഇവരാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. അവരാ നാട്ടിലെ SKSFകാരാണ് എന്നാണ് മൊഴി കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ബോംബ് നിർമ്മാണത്തിനെതിരെ ഇടയിൽ അത് പൊട്ടി പരിക്കേറ്റുകൊണ്ട് കഴിയുന്ന ആളുകൾ 4 പേരും SDPയുടെ ആളുകളാണ്. അതിനുശേഷം ഇത് ഉണ്ടാക്കാൻ വേണ്ടി കരാർ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഈ യുവാക്കളായി 4-5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ആളുകൾ ആരൊക്കെ കൃത്യമായി അവരുടെ പിതാക്കന്മാരുടെ പേരുൾപ്പെടെ, വയസ്സുൾപ്പെടെ, നാടുൾപ്പെടെ പത്രങ്ങളിൽ വന്നതാണ്. ഞാൻ ഉറപ്പായി പറയുന്നു, ആ ആളുകൾ ഒരാൾ പോലും, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ പോലും SKSFന്റെ പ്രവർത്തകനാണെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. അത് തെളിയിക്കാൻ ഞാൻ ഈ നാട് മുഴുവൻ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഘടന വിഭാഗത്തെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല. എന്നാൽ ഈ മറയിൽ ഇന്നലെ പേരോടും കൂട്ടരും തിരുവനന്തപുരത്തെത്തി, തിരുവഞ്ചൂരിന്റെ ഓഫീസിലെത്തി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. എന്നിട്ട് പറയാൻ പാറായിൽ ബോംബ് നിർമ്മാണം നടത്തിയിട്ടുണ്ട്, അവിടെ ബോംബ് പൊട്ടിയിട്ടുണ്ട്, അവിടെ കുറെ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഭീഷണിപ്പെടുത്താൻ, ഞങ്ങളെ കയ്യേറ്റം ചെയ്യാനും ഞെട്ടിക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് ആണ് ഇവർ ഈ ബോംബ് നിർമ്മാണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കേസ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബോംബ് നിർമ്മാണത്തിന് ഒത്താശകൾ ചെയ്തു കൊടുത്തത്, ഈ SDPI പ്രവർത്തകർക്ക് ബോംബ് നിർമ്മാണത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത്